തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നതും. മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രതിഷേധത്തിനിടയിൽ അവർ പലപ്പോഴായി പറയുന്നതും കേട്ടു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തീരദേശ മേഖല അവിടുത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരന് ഒപ്പമാണെന്ന് അവർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കാരണം മാറി മാറി വന്ന MPകളും പ്രതിനിധികളും ഒന്നും തന്നെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് ഇതിനു പിന്നിലെ കാര്യം. എന്തായാലും NDA സ്ഥാനാർത്ഥി V മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് മേഖലയിലാണ്. 5 തെങ്ങ്. മാറി വന്ന ഇടത് വലത് MPമാർ ഒരു തീരദേശ ജനതയെ വഞ്ചിച്ച കഥ. അവിടെയാണ് NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ പുത്തൻ ആശയങ്ങൾ. മുതലപ്പൊഴി, 5 തെങ്ങ്, താഴമ്പള്ളി, പൂന്തുറ മേഖലകളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും പരിചയമുള്ള മുഖമാണ് V മുരളീധരന്റേത്. ഇലക്ഷൻ സമയത്ത് മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം. മത്സ്യത്തൊഴിലാളി മേഖലകളുടെ പ്രശ്നങ്ങൾക്കുപരി ജനകീയ വിഷയങ്ങളിലെല്ലാം കാര്യമായി ഇടപെടുന്നു. ഇതുതന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ V മുരളീധരൻ വിജയിക്കുമെന്ന് തീരദേശ മേഖലയിലെ ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. മുരളീധരൻ ഒത്തിരിയും കാര്യങ്ങൾ കാരണം പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഒത്തിരിയും കാര്യങ്ങൾ കാരണം നമ്മുടെ മത്സ്യമേഖലകളിൽ അനുബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തിരിയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷകൾ വീണ്ടും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് 99% വിജയസാധ്യത ഞങ്ങൾ കാണുന്നുണ്ട് മുരളീധരനിലൂടെ. കാരണം അത്രയും നല്ലൊരു കാൻഡിഡേറ്റാണ്. അതിലുപരി പുള്ളിക്കാരൻ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് പോലും ഇവിടെ ജനങ്ങൾക്ക് മത്സ്യമേഖലകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എല്ലാ രീതിയിലും ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മുതലപ്പൊഴിയിലുണ്ടാകുന്ന അപകടങ്ങളിൽ പരിഹാരം കണ്ടെത്താനായി കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ പ്രദേശത്തെത്തിക്കാൻ കഴിഞ്ഞതും ജനങ്ങളുമായി ആശങ്കകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇവിടെ ഒരു കേന്ദ്ര സംഘത്തെ തന്നെ അയച്ച് ഇതിനു വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് അച്ഛന് വാക്കുകൊടുക്കുകയും ജനങ്ങൾ അത് അംഗീകരിക്കുകയും വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിനോട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഇന്ന് രാവിലെയും നമ്മുടെ സ്ഥാനാർത്ഥി വന്ന് പുത്ര ഇടവകയിലെ അച്ഛനോട് സംസാരിക്കുകയും അവിടുത്തെ ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇപ്പോൾ മുരളി സാറിന് ഒരു അനുകൂല മനോഭാവത്തിലാണ് അവിടെ സംസാരം ഉണ്ടായത് തന്നെ. 5 തെങ്ങ് കടലാക്രമണ മേഖലകളിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നേ തന്നെ നേരിട്ട് സന്ദർശനം നടത്തി പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതും ഈ മേഖലയ്ക്ക് ഏറ്റവും ആശ്വാസകരമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മുതലപ്പൊഴിയിലെ വിഷയം തന്നെ അദ്ദേഹം ഇടപെട്ടാണ്. കേന്ദ്ര മന്ത്രിമാരെ കൊണ്ടുവന്നു, അവിടുന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു, വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു. ഇപ്പോൾ തന്നെ 170 കോടി രൂപയോളം വരുന്ന പൈസ അനുവദിച്ചിട്ടുണ്ട് തുറമുഖ പദ്ധതിക്ക് വേണ്ടിയിട്ട്, അവിടെ ഹാർബറിന് വേണ്ടിയിട്ടും. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ പുലിമുട്ട് നിർമ്മാണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇന്നലെ കടൽക്ഷോഭം നടന്ന സ്ഥലത്തെല്ലാം വന്ന് മുരളിച്ചേട്ടൻ കണ്ടു, സംസാരിച്ചു. ഇവിടുത്തെ തീരദേശ മേഖലയിലുള്ള ജനങ്ങളെല്ലാം അദ്ദേഹത്തെ വളരെ നല്ല രീതിക്കാണ് സ്വീകരിച്ചത്. രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് ജീവിതങ്ങളാണ് സർക്കാരിനോട് വർഷങ്ങളായി കേണപേക്ഷിക്കുന്നത്. മാറി വന്ന സർക്കാരുകൾ ആരും വിളി കേട്ടിട്ടില്ല. NDA സ്ഥാനാർത്ഥി V മുരളീധരനാണ് ഇനി പ്രതീക്ഷ. മുതലപ്പൊഴിയിൽ നിന്നും ക്യാമറമാൻ നിതിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.